ബാർക്ക് തട്ടിപ്പിൽ കേരള DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. FIR-ൽ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെ അറിയിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് ബാർക്ക് ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ലോക്സഭയിൽ കെ സുധാകരൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 24 ബിഗ് ബ്രേക്ക്. ബൽറാം നെടുങ്ങാടി ഒരുങ്ങൾ ചെയ്യുന്നു. ബൽറാം, പിന്നെയും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ പരാതിയിൽ അന്വേഷണം, പരിശോധനകൾ, കേന്ദ്ര നിരീക്ഷണമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ആ മറുപടിയിലും വ്യക്തമാവുന്നത്. ബൽറാം, തുടർച്ചയായ രണ്ടാമത്തെ മറുപടി. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെ ഈ വിഷയം എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെന്റിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് കെ സുധാകരൻ MP 5 ചോദ്യങ്ങളാണ് ലോക്സഭയിൽ കേന്ദ്രമന്ത്രിയോട് ഉന്നയിച്ചത്. അതിൽ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പോലീസ് ഈ വിഷയത്തിൽ ഈ ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 24 ന്യൂസ് പുറത്തുവിട്ട, ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവിട്ട വാർത്ത സംബന്ധിച്ച് ഉള്ള ബന്ധപ്പെട്ടാണ് ഈ 5 ചോദ്യങ്ങളും. ഇതിൽ പ്രധാന ചോദ്യം എന്നുള്ളത് ഈ വിഷയത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചുമോ, അങ്ങനെയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, കൂടാതെ ഈ വിഷയത്തിൽ ബാർക്ക് പ്രഖ്യാപിച്ച ഫോറൻസിക് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ, ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു തുടങ്ങിയ 5 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് കേന്ദ്ര സർക്കാർ ബാർക്ക് തട്ടിപ്പിൽ കേരള DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുന്നു എന്ന മറുപടി നൽകിയിരിക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്ത് സ്വീകരിച്ച തുടർ നടപടികൾ അടക്കം ഉള്ള വിശദാംശങ്ങൾ DGPയോട് തേടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കേരള പോലീസ് രൂപീകരിച്ചിട്ടുണ്ട് എന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നുണ്ട്. സമാനമായി തന്നെ ബാർക്ക് ഒരു സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ചുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാർക്കിന്റെ പ്രാഥമിക റിപ്പോർട്ടും കാത്തിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി അറിയിക്കുന്നത്. അതായത് ബാർക്കിനോടും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടാതെ ഈ ഉന്നയിച്ച മറ്റൊരു ചോദ്യം എന്നുള്ളത് ഗുരുതരമായ സ്വഭാവം കണക്കിലെടുത്ത് ഈ ചാനലിന്റെ അപ്പ് ലിങ്കിങ്, ഡൗൺ ലിങ്കിങ് അനുമതി സർക്കാർ താൽക്കാലികമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ 2 റിപ്പോർട്ടുകൾക്കും കാത്തിരിക്കുകയാണ് എന്നും 2022 നവംബർ 9 ടെലിവിഷൻ ചാനലുകളുടെ അപ്പ് ലിങ്കിങ്, ഡൗൺ ലിങ്കിങ് നയനിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്നുമാണ് കേന്ദ്രമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കുള്ള നയമാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി പ്രക്രിയയിലാണ് എന്നും നവംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയിട്ടുണ്ട് എന്നുമാണ് മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാകുന്നത്. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായി 2ാം തവണയാണ് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകുന്നത്. ഈ സംഭവം ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് ബാർക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സത്യയിലൂടെ 24 ബാർക്ക് വ്യക്തമാക്കിയെങ്കിലും അതിന്റെ ആഭ്യന്തര ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇതിൽ ബാർക്ക് ഇൻഫോംഡ് ഗവൺമെന്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഇനിഷ്യേറ്റഡ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരിശോധന ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബാർക്ക് സ്ഥിരീകരിച്ച് കേന്ദ്രത്തെ അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒഫീഷ്യലാവുന്നു അത്. ബൽറാം. ഹഷ്മി, തീർച്ചയായും ഈ 24 വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ബാർക്ക് ഈ വിഷയത്തിൽ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തും, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തും എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലുള്ള ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ അറിയിക്കുകയാണ്. ബാർക്ക് നടത്തുന്ന അന്വേഷണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. ബാർക്ക് ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ ബാർക്കിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് നടപടിക്കായി എന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതായത് കേന്ദ്രം ഈ വിഷയത്തിൽ ബാർക്കിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതീവ ഗൗരവ സ്വഭാവത്തോടെയാണ് ഈ സംഭവത്തെ കാണുന്നത് എന്ന് ബാർക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആദ്യം നൽകിയ മറുപടിയിൽ കേന്ദ്ര മന്ത്രി എൽ മുരുകൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത് വളരെ ഗൗരവത്തോടെ
ഗൗരവത്തോടെ ആണ് ഈ വിഷയം കാണുന്നത് എന്നും കേരള DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുമായിരുന്നു മന്ത്രി നടത്തിയ ആദ്യ പ്രതികരണം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത് കേരള DGPയുടെ പ്രാഥമിക റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. SITയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ SIT അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. സമാന്തരമായി തന്നെ ബാർക്ക് സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള ബാർക്കിന്റെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ കാത്തിരിക്കുകയാണ് എന്നും 2022 നയങ്ങൾ അനുസരിച്ചായിരിക്കും ഈ വിഷയത്തിൽ നടപടിയെടുക്കുക, തുടർ നടപടിയെടുക്കുക എന്നുമാണ് മന്ത്രി പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ബാർക്ക് തട്ടിപ്പ് എന്നുള്ള പരാതി കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു. കെ സുധാകരൻ MPക്ക് കൊടുത്ത മറുപടിയിലാണ് നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാർക്ക് നടത്തുന്ന ഫോറൻസിക് പരിശോധനാ ഫലവും അവൈറ്റിംഗ് ആണ്. അതിനുശേഷം നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് കെ സുധാകരൻ MPക്ക് കൊടുത്ത മറുപടിയിൽ കേന്ദ്ര സർക്കാർ എൽ മുരുകൻ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.